പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഫെബ്രുവരി മാസം 10 ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അല്പസമയം നമ്മുടെ കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ ഇവിടുന്ന് നടത്തിയത്. കഴിഞ്ഞ പകൽക്കാലം അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ വരാമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെയും നമ്മുടെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. ദൂതന്മാരെ കൽപ്പിച്ച് ആക്കി നമ്മളെ വിടുവിച്ചു. ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാൻ കൈകളൊന്ന് ഉയർത്തി പിടിച്ചിട്ട് പറ, കർത്താവേ നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. രാത്രികാലം നല്ല ഉറക്കം തന്നു. രാവിലെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതം കാണുവാൻ ഈ 10 രാവിലെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് കരമുയർത്തിപ്പിടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പകൽക്കാലവും ക്രിസ്തീശുവിൽ നമ്മളെ കർത്താവ് ജയത്തോടെ നടത്തുന്നത് ഓർക്കുമ്പോൾ ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറുവാൻ അനുവദിക്കാതെ, നമ്മുടെ സകല വഴികളിലും നമ്മളെ സൂക്ഷിപ്പാൻ തൻ്റെ ദൂതന്മാരെയൊക്കെ കൽപ്പിച്ചാക്കി നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയെ ഓർക്കുമ്പോൾ നമുക്ക് കർത്താവിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തി അല്പസമയം കൂടെ കർത്താവിനെ ആരാധിച്ചേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന പിതാവിന് നാം സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവ് വിശ്വസ്തനാകുന്നു, കർത്താവ് മാറാത്തവനാകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. 44 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം പറയുക, ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. കർത്താവ് അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവാണ് എന്നെ രക്ഷിച്ചത്, കർത്താവാണ് എന്നെ ഉയർത്തിയത്, കർത്താവാണ് എന്നെ സൗഖ്യമാക്കിയത്? അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ ആ കൈകൾ ഉയർത്തി പിടിച്ചിട്ട് പറ, യെസ്, കർത്താവാണ് എന്നെ രക്ഷിച്ചത്, സ്തോത്രം. കർത്താവാണ് എന്നെ വിടുവിച്ചത്, സ്തോത്രം. കർത്താവാണ് എന്നെ സൗഖ്യമാക്കിയത്, സ്തോത്രം. കർത്താവാണ് എന്നെ ഉയർത്തിയത്. ഹല്ലേലൂയ. ഞങ്ങളെ പകച്ചവരെ കർത്താവ് ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. ദൈവത്തിൽ ഞങ്ങൾ നിത്യം പ്രശംസിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കർത്താവിൻ്റെ നാമത്തിന് എന്നും സ്തോത്രം ചെയ്യും. അല്പസമയം കൂടെ കർത്താവിന് മഹത്വം കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നടത്തിയതൊക്കെ ഒന്ന് ഓർത്തിട്ട് ഓരോ ദിവസവും ദൈവിക ആ പരിപാലനത്തെ ഓർത്തിട്ട് കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ അപ്പയാകിയാൽ സ്തോത്രം. അപ്പാ, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേക്ക് ആരാധനയും സ്തുതി സ്തോത്രയാഗവും അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ വെളിപ്പെടട്ടെ. മഴ പെയ്യുന്നത് പോലെ ദൈവിക അനുഗ്രഹങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേൻ ഇറങ്ങി വരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സ്വർഗത്തിൻ്റെ വാതിലുകളെ തുറന്ന് കർത്താവേ, സ്ഥലം പോരാതെ വണ്ണം അങ്ങിവരെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ രക്തത്തിൻ മറവിൽ, യേശുവിൻ്റെ രക്തത്തിൻ മറവിൽ ഇവരെ മറച്ചിരിക്കുന്നതിന് സ്തോത്രം. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യം വരട്ടെ. പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ തന്നെ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. അതുപോലെ ബെഡ് സോർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, ആമേൻ ആമേൻ, മുറിവുകൾ വന്നു, ആമേൻ, അത് ഹീലാകാതിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ഡയബറ്റീസിൻ്റെ പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അതുപോലെ പ്രത്യേകമായി കർത്താവെ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് വിടുവിക്കണം. ആമേൻ. ജോലിയില്ലാത്തവരെ ഓർക്കുന്നു. കർത്താവ് വഴി തുറന്നു കൊടുക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. തക്കതായ പ്രപ്പോസൽസ് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഗ്നൻസിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ ഓർക്കുന്നു. അവർക്ക് ആരോഗ്യവും നോർമൽ ഡെലിവറി കൊടുക്കണം. അവരെ സംരക്ഷിക്കുന്ന ദൈവകൃപയ്ക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവ് ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ അനുഗ്രഹിച്ച് നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു.
പ്രാർത്ഥന കേട്ട ദൈവകൃപയ്ക്ക് നന്ദി. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ മറക്കാതെ അതിൽ നിന്ന് പങ്കാളികളാകണം. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ പ്രത്യേകമായിട്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവിക ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ആമേൻ. അതുകൊണ്ട് ഒരാളും മിസ് ചെയ്യല്ലേ. രോഗമുള്ളവർ മാത്രമല്ല, രോഗമുള്ളവരും രോഗമില്ലാത്തവരും എല്ലാവരും ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നിങ്ങളെന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങളുടെ ടൈം സോൺ വെച്ചിട്ട് ഒരു റിമൈൻഡർ വെക്കണം. എന്നിട്ട് ആ റിമൈൻഡറിനകത്ത് ഇങ്ങനെ എഴുതണം, ഗോഡ് ടൈം, ദൈവത്തിൻ്റെ സമയം എന്ന് പറഞ്ഞ് അത് ആ സമയത്തെ മാറ്റി വെച്ചിട്ട് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അതിനെക്കുറിച്ച് പറയണം. നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. മറക്കരുത്. അതുപോലെ നാളെ രാവിലെ കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം നമുക്ക് ഏകദേശം 11:30 മുതൽ നമ്മൾ അല്പസമയം കർത്താവിനോട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. റീചാർജിങ് എന്നാണ് ആ മീറ്റിങ്ങിന് പേരിട്ടിരിക്കുന്നത്. കുറച്ച് നമ്മളെ ഒന്നുകൂടെ ശക്തീകരിപ്പാൻ കർത്താവിൻ്റെ അടുക്കലിരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 15-ാം അധ്യായം 28-ാമത്തെ വാക്യമാണ്. അവിടെ പറയുന്നത്, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ആ പദമാണ് നമ്മളെ ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ആദിമസഭ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അവർ പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ തീരുമാനപ്രകാരമാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർ സക്സസ്ഫുള്ളായി അവർ മുന്നേറുവാൻ ഇടവന്നു. അപ്പോസ്തല കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ അവസാന അധ്യായത്തിൽ ആശീർവാദ മെസ്സേജ് പറയുമ്പോൾ അപ്പോൾ അപ്പോസ്തലൻ പറഞ്ഞു, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, അതായത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഒരു വലിയ ഫെലോഷിപ്പാണ് ദൈവമക്കൾക്ക് ആവശ്യം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ആവശ്യം നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരാധനയ്ക്ക് പോകുമ്പോഴോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറും നമുക്ക് ആവശ്യമുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. കാറ്റല്ല, തീയല്ല, അല്ലെങ്കിൽ മെഴുകുതിരിയല്ല, പ്രാവല്ല, ഒന്നുമല്ല. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി നമ്മളുടെ കൂടെ എപ്പോഴുമുണ്ട്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണ് എൻ്റെ നാവിലൂടെ സംസാരിക്കുന്നത്. എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ അടുത്തും പരിശുദ്ധാത്മാവ് നിൽക്കുകയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ആലോചനകളിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യുമ്പോൾ നമുക്ക് പരാജയങ്ങൾ വരത്തില്ല, തെറ്റായ ഡിസിഷനുകൾ നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. ആദിമസഭ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരെന്ത് ചെയ്തിരുന്നു? പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ചിരുന്നു. എന്നിട്ട് അവർക്കും പരിശുദ്ധാത്മാവിനും ബോധ്യമായതാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പറയുക, ഇപ്പം നമ്മൾ 4 പേര് കൂടി ഇരുന്ന് ഒരു കാര്യം ആലോചിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാനും ഇന്ന ബ്രദറോട് ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്കത് ബോധ്യമായി എന്ന് പറയുന്നത് പോലെ ആ 4 പേരിൽ ഒരാൾ പരിശുദ്ധാത്മാവായിരിക്കണം. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരു കാര്യങ്ങൾക്ക് ആലോചിക്കുമ്പോൾ എന്ത് കാര്യവുമായിക്കോട്ടെ, നിങ്ങൾ തന്നെയാണല്ല, നിങ്ങളും പരിശുദ്ധാത്മാവോടുണ്ട്. കൺസൾട്ട് വിത്ത് ഹിം, ചോദിക്കണം, പരിശുദ്ധാത്മാവേ ഇങ്ങനൊരു പ്ലാനുണ്ട്, എന്നാ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവ് ഉടനെ നമ്മുടെ ഇപ്പം ഒരു മാനുഷികമായ ശബ്ദം കേൾക്കാൻ പറ്റുമോ? ചിലപ്പം കേട്ടില്ലെന്ന് വരും, ചിലപ്പം ഒന്നും മിണ്ടിയില്ല, ചിലപ്പോൾ നമുക്കൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. നോ വറീസ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ദൈവാത്മാവിനോട് ചോദിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ദൈവിക ഗൈഡൻസിനകത്തേക്ക് കയറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഡിസിഷനും നിങ്ങളുടേതായ ഒന്നും എടുക്കരുത്. സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. 2025 പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, സ്വന്തം ബുദ്ധിയിൽ ഊന്നരുത്. നമ്മൾ അത് സ്വന്തമായിട്ട് ഒരു ഇമോഷണലി നമ്മളൊരു തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യം കൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൻ്റെ പുറത്തൊരു തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ അവരെല്ലാവരും അങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കുന്നു, കുറേ പേര് അത് ചെയ്തു അവർക്ക് നന്നായി എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെയൊന്നും ദൈവമക്കൾ തീരുമാനമെടുക്കരുത്. കുഞ്ഞെ, തീരുമാനമെടുക്കുമ്പോൾ ദൈവാത്മാവുമായിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തണം. പരിശുദ്ധാത്മാവിൽ നിന്നും ഒരു കൺഫർമേഷൻ മേടിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും പറയാൻ തുടങ്ങും. ആദ്യ സമയങ്ങളിലൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അത് തിരിച്ചറിയാൻ
തിരിച്ചറിയാൻ പ്രയാസം വരും. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിനെ നമ്മുടെ മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങും. അവിടെ വെച്ച് നമുക്ക് കറക്റ്റ് ഡിസിഷനുകൾ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് മാറാൻ തീരുമാനിക്കുമ്പോൾ കൂട്ടുകാരെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. ദൈവാത്മാവിന് പ്രസാദമാണോ, ദൈവാത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടേ ചെയ്യാവുള്ളൂ. ആമേൻ. അത് ഒരു ഉദാഹരണം. ഏത് കാര്യമാണെങ്കിലും, സ്മോൾ തിങ്സ്, ബിഗ് തിങ്സ്, ചെറിയ കാര്യം, വലിയ കാര്യം, എല്ലാത്തിനും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൺസൾട്ടേഷൻ നടത്തുക. ഇന്ന് മുതൽ ചെയ്യണം. രാവിലെ എഴുന്നേറ്റു, ഇനിയും പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞു, അടുത്ത കാര്യങ്ങൾക്ക് പോകുമ്പോൾ ദൈവാത്മാവുമായിട്ട് ചോദിക്കുക. ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും. എന്നിട്ട് ആത്മാവിന് പ്രസാദമാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമായെങ്കിൽ മാത്രമേ അവിടെ നമുക്കൊരു കൺഫർമേഷൻ പരിശുദ്ധാത്മാവ് തരും. ഒരു സമാധാനം നമുക്ക് തരും. ചിലപ്പോൾ ദൈവശബ്ദം നമ്മൾ കേൾക്കും, ചിലപ്പോൾ നമുക്ക് ദൈവിക ഗൈഡൻസ് തരും, ചിലപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോഴായിരിക്കും അതിനൊരു ഗൈഡൻസ് കിട്ടുന്നത്, ചിലപ്പോൾ ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ രാവിലത്തെ സന്ദേശം കേൾക്കുമ്പോഴായിരിക്കും ഒരു ഗൈഡൻസ് കിട്ടുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഫെബ്രുവരി മാസം 10-ാം തീയതി ആമേൻ തിങ്കളാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നമ്മുടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. അല്പസമയം നമ്മുടെ കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ